ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖമാണോ? മഴയൊക്കെ ഉണ്ടോ? മഴയൊക്കെ കുറഞ്ഞാൽ നമുക്കിപ്പോൾ ഇച്ചിരി തോർച്ചയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? എല്ലാവരും എന്ത് പറയുന്നു? ചായ കുടിയൊക്കെ കഴിച്ചോ? ഞാനേ ചുമ്മാ ഒരു വീഡിയോ ആയിട്ടിങ്ങ് വന്നതാണ്, എൻ്റെ കൂട്ടുകാരെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? കുറച്ച് ബീഫ് മേടിച്ചേ. എന്നും മപ്പാസും ഇതെല്ലാം വെക്കുന്നില്ലേ കാണിക്കുന്നത്. ഇനി ഞാൻ ഓർത്തൊന്ന് വറുത്തരച്ച് വെക്കുന്നതെന്ന് കാണിക്കാമെന്ന് ഓർത്തു. അപ്പോൾ എൻ്റെ കൂടെ വരികയല്ലേ. 2 കിലോ ബീഫ് മേടിച്ചേ. ചെറിയൊരു തോന്നലിലങ്ങ് മേടിച്ചതാണ്. മേടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ബീഫെല്ലാം മുറിച്ച് അടുപ്പത്തെല്ലാം വെച്ച് കഴിഞ്ഞു. വീഡിയോ ഒന്നും ചെയ്യണ്ടെന്ന് ഓർത്ത്. അപ്പോൾ ഞാൻ ഓർത്ത് എപ്പോഴും എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഞാൻ വരുന്നതല്ലേ, അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം. അപ്പം അത് ഉണ്ടാക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരെയും കൂട്ടാമെന്ന് ഓർത്തു. അപ്പോൾ അത് വറുത്തരച്ച് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി വറുത്തരച്ച് വെക്കുന്നതിൻ്റെ അകത്ത് നമുക്ക് 2 ഉരുളക്കിഴങ്ങൊക്കെ ഇടാമെന്ന് ഓർത്തു. ഉരുളക്കിഴങ്ങ്, പിന്നെ വേണ്ട സാധനങ്ങളെല്ലാം തക്കാളി, ചെറിയുള്ളി കേട്ടോ, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിച്ചപ്പ്, പച്ചമുളക് എല്ലാം അരിഞ്ഞൊക്കെ എല്ലാം റെഡിയാക്കി വെച്ച്. അപ്പം ഇനി നമുക്ക് തേങ്ങ കൊട്ടായിരുന്നു, അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പത്ത് വെച്ചു ബീഫ്. ഇപ്പോൾ എന്ത് കാണും, അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയാലോ? അപ്പം എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാർ വരുമല്ലേ, നമുക്ക് ഒന്നിച്ച് പോയി ഉണ്ടാക്കാമേ. അപ്പം പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. മൊത്തം കാണണം കേട്ടോ, കാണാതെ ഇടയ്ക്ക് വെച്ചാലും പോവില്ലേ, ഫുള്ള് കാണണേ. അപ്പം ചീഞ്ചിട്ട് വെച്ച് ചൂടായി, നമുക്ക് തേങ്ങ ഇടാം. ചെറിയ തേങ്ങ കേട്ടോ, അത് ഫുള്ള് എടുത്തു. ചെറിയ ഇതായിരുന്നു, ഫുള്ള് കുറവായിരുന്നേ. അത് തന്നെ കുറച്ച് വെള്ളം പറ്റി കഴിഞ്ഞിട്ട് എണ്ണ ഒഴിക്കാമേ. വെള്ളമൊക്കെ പറ്റി നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാമേ. ഇതിൻ്റെ അകത്ത് ഞാൻ വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ. പൊടികളെല്ലാം വേറെ വറുത്തെടുക്കുക, തേങ്ങ മാത്രം വറുത്തരയ്ക്കുന്നു കേട്ടോ. ബാക്കി ഉള്ളി, തക്കാളി ഇതെല്ലാം മാറ്റുന്ന കൂടെ മുളക് പൊടി ഇതൊക്കെ ഇട്ട് മൂപ്പിക്കും. പിന്നെ തേങ്ങ മാത്രം വേറെ വറുത്ത് എടുത്ത് അരച്ചെടുക്കും കേട്ടോ. അതൊക്കെ വേണമെങ്കിൽ 2 ചെറിയുള്ളിയൊക്കെ ഇടാം നമുക്ക്. 2 ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി കേട്ടോ. പെരുംജീരകത്തിൻ്റെ ഒക്കെ പൊടി ഉള്ളത് കൊണ്ട് നമുക്ക് പൊടി ചേർക്കാം, പൊടി ചേർക്കാം കേട്ടോ. നമ്മൾ വേറെ രീതിയിലല്ലോ ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് എടുക്കുന്നതാണ്, തേങ്ങ മാത്രം വറുത്തരച്ചെടുക്കുന്നത്. നന്നായിട്ട് മൂത്തോട്ടെ. സ്വാദ് കൂടെ നമുക്ക് 2 കരിയാപ്പിലയും കൂടി ഇടാം കേട്ടോ. പച്ചപ്പ് വന്നിട്ട് ഒരു മെന വന്നല്ലേ, ഒരു ഭംഗി വന്നത്. അപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്തോട്ടോ, നല്ല ഗോൾഡൻ കളറായേ. നമുക്ക് തീ കടത്താം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് അരച്ച് കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പം ബീഫ് ഒരുമാതിരി വേന്തു. അപ്പം നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിക്കണം. അപ്പം ബീഫിൻ്റെ അകത്തുള്ള ആ സത്ത് വെള്ളമില്ലേ, അത് ഒഴിച്ചിട്ട് ഒറ്റ വിസിലിന് നമുക്ക് എടുക്കാം കേട്ടോ. അതുവരെ ഒന്ന് വേവിച്ചെടുക്കാം.
ഇത് നമ്മുടെ ബീഫ് ഉപ്പി പറ്റിച്ചെടുത്തിട്ട് ഇനി ഇതിന് അരപ്പുകളൊക്കെ ചേർക്കണം. അപ്പം തന്നെ ഉരുളക്കിഴങ്ങൊന്ന് വേവട്ടെ. ഉരുളക്കിഴങ്ങിൻ്റെ ഇതിൻ്റെ ഈ സത്തില്ലേ, ഈ സത്ത് ഇട്ടിട്ടാണ് ആ ഉരുളക്കിഴങ്ങ് വേവിക്കേണ്ടത്. അതിന് വേവിക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം. ഇനി നമുക്ക് ഉള്ളിയൊക്കെ വാട്ടാനും പൊടിയൊക്കെ മൂപ്പിച്ചെടുക്കണമല്ലോ. അതിന് വേണ്ടി നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കാം. ചൂടാവട്ടെ. നമുക്ക് എണ്ണ ഒഴിക്കാം. നമ്മുടെ ചൂടായിക്കോട്ടെ. കടുകിടാം. ചറവറാന്ന് പൊട്ടട്ടെ അല്ലേ. അതിൻ്റെ കൂടെ 2 തരി ഉലുവ ഇടണേ. ഇറച്ചി മീനൊക്കെ കറി വെക്കുന്നതിൻ്റെ അകത്ത് 2 തരി ഉലുവ ഇടുന്നത് നല്ലതാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നാൾ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞതല്ലേ. ഒന്ന് പൊട്ടട്ടെ അപ്പം തന്നെ. ഇനി പത്തൽമുളക് ഇടാം. അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പില നന്നായിട്ട് ഇട്ടോട്ടെ. ടേസ്റ്റ് കൂടെ. ഇനി നമുക്ക് ഓരോ സാധനങ്ങളിടാം. ചെറിയുള്ളിയാണ് നമ്മുടെ മെയിൻ താരം. നന്നായിട്ട് വാഴട്ട് തീ കൂട്ടി വെക്കാം കേട്ടോ. നമ്മൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളി ചെറുതായി വാടി വരുമ്പോൾ തന്നെ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇടാം. നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. പച്ചപ്പെല്ലാം കാണുമ്പോൾ നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. ഭംഗി മാത്രമല്ല. ഇത് കുറച്ചാകട്ടെ. ഇനി നമുക്ക് തക്കാളി ഇടാം. വെള്ള, പച്ച, ചുവപ്പ് എല്ലാം കൂടി ആയിട്ട് നല്ല കളറായി അല്ലേ. തക്കാളി ശരിക്കും വാടി അതിൻ്റെ പച്ചപ്പെല്ലാം മാറട്ടെ. എന്നിട്ട് നമുക്ക് മസാലപ്പൊടിയിൽ ചേർക്കാം. അങ്ങനെ നമ്മുടെ ഇതെല്ലാം വാടി കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മറ്റേ പെരിഞ്ജീരകത്തിൻ്റെ പൊടി വറുത്തത് നമുക്കിത് ഇതിലേക്കിടാം. ഒന്ന് ചെറിയ മൂത്ത് വരുമ്പോൾ നമുക്ക് അടുത്ത പൊടി ചേർക്കാം കേട്ടോ. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മറ്റേ പെരുംജീരകത്തിൻ്റെ പൊടി കേട്ടോ. മറന്നുമല്ലേ. എൻ്റെ കൂട്ടുകാർ മറക്കുമെന്നുള്ളത് എനിക്കറിയാമെന്ന്. ഇനി നമുക്ക് തീ കുറച്ച് വെക്കാം. ഇനി നമുക്ക് മസാലപ്പൊടി നമ്മളിതാട്ടോ ഇടുന്നത്. ഒരു കുറച്ചിടാം മതി കേട്ടോ. ഓവർ വേണം. നമ്മൾ 2 കിലോയ്ക്ക് കണക്കായിട്ടാണ് കേട്ടോ കറിയാക്കുന്നത്. അപ്പം അതിനുള്ള മസാലപ്പൊടികളാണ് നമ്മൾ ചേർത്തത്. പിന്നെ മര്യാദയ്ക്ക് നന്നായിട്ട് എരിവും ഇതൊക്കെ ചേർത്താലാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് വരുള്ളൂ. നമ്മൾ ഇച്ചിരി സാധനം ചേർത്താലൊന്നും നമ്മുടെ കറിക്ക് ടേസ്റ്റ് വരില്ല.
നമ്മൾ ചേർക്കേണ്ട സാധനങ്ങൾ അതിൻ്റെതായ രീതിയിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കറി വെച്ചാലും നല്ല ടേസ്റ്റായിരിക്കും അല്ലേ കൂട്ടുകാരെ? അപ്പോൾ നമ്മൾ പൊടിയെല്ലാം മൂത്ത് ഇനി നമുക്ക് ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. മല്ലിച്ചപ്പ് മാത്രമല്ലോ. ഇനി നമ്മുടെ ബീഫ് ഇതിലേക്ക് വെക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് അടുപ്പത്ത് വെച്ചു. നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ച് എടുത്തുകൊണ്ട് വന്നത് സത്തടക്കമുണ്ട് കേട്ടോ, ഇതിലേക്ക് ചേർക്കുക. നമ്മൾ ഇതിൻ്റെ നെയ്യ് ഇട്ടിട്ടാണ് വേവിച്ചത്. ഇനി നമുക്ക് ഈ മസാലപ്പൊടികൾ ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ, അടിയിലൊന്നും പിടിക്കരുത്. എന്നാലും നമ്മുടെ അരപ്പ് ഇതാവുള്ളൂ. നമ്മുടെ കറീൻ്റെ ഭംഗി കൂടി വരുക കേട്ടോ. തീ കുറച്ച് തന്നെ വെച്ചാൽ മതി. അങ്ങനെ ചൂടായി വന്നു. ഇനി നമ്മുടെ മെയിൻ താരം, നമ്മൾ തേങ്ങ വറുത്തരച്ച് വെച്ചില്ലേ, അരച്ച് വെച്ച് അത് ചേർക്കുക. ലേശം കഴുകിയെടുക്കട്ടെ. നോക്കിക്കേ, നമ്മുടെ കറിയുടെ കളറ് കണ്ടോ? അടിപൊളി കറിയില്ലേ? എൻ്റെ കൂട്ടുകാർ വരികയാണ്, ഉച്ചയ്ക്ക് ചോറ് നമുക്ക് കൂട്ടാം. തിളച്ചോട്ടെ, എന്നിട്ട് കാണിച്ചു. അപ്പം നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് നല്ല അടിപൊളിയായി കേട്ടോ. നല്ല അടിപൊളിയായേ. നിങ്ങളവർക്ക് ഓവർ വെള്ളം ഉണ്ടെന്ന്. ഓവർ വെള്ളമൊന്നും ഇല്ല കേട്ടോ, ഇത് കുറുകിയതാട്ടോ. നമ്മൾ ആ ഉരുളക്കിഴങ്ങ് ആ ബീഫിൻ്റെ സത്തില്ല അതിൽ വേവിച്ച് നല്ല ടേസ്റ്റായി കേട്ടോ. ഇതിൻ്റെ പാകത്തിനുള്ള വെള്ളമേ ഉള്ളൂ. കുക്കറിൽ വെച്ചാലാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഓവർ വെള്ളമുണ്ട്. ഓവർ വെള്ളമൊന്നുമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയത്തില്ല. ഇത് ഉണ്ടോ കൊഴുപ്പ്. പിന്നെ നമുക്കൊന്ന് ഇതിനൊന്ന് മൂടി പിടിപ്പിക്കണ്ടേ. കുറച്ച് കരിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പ്, അടിപൊളി നമ്മുടെ ബീഫ് വറുത്തരച്ച് വെച്ചത്, ഉരുളക്കിഴങ്ങിട്ട് വറുത്തരച്ച് വെച്ചത് കേട്ടോ. അടിപൊളിയാണ്. നോക്കിക്ക്, വാങ്ങി വെച്ചിട്ട് നല്ല കുറുകിയത് ചാറൊക്കെ നല്ല കുറുകിയിരിക്കുക കേട്ടോ. അടിപൊളി കറിയാണ്. നോക്കിക്കേ കൂട്ടുകാരെ, നിങ്ങളവർക്കും കുറുകിയിരിക്കുന്നു. ഇത് കണ്ടോ, നല്ല കുറുകിയിരിക്കുന്ന കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് നോക്കട്ടെ. അടിപൊളി ബീഫ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല നെയ്യൊക്കെ ഉണ്ട്. നമുക്ക് ഉരുളക്കിഴങ്ങും കൂടെ നോക്കാമായിരുന്നു. കൂടെ നല്ല അടിപൊളി കറിയാട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാർ ഇതേപോലെ വെച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് തന്നെ. ഉരുളക്കിഴങ്ങൊക്കെ ഈ ബീഫിൻ്റെ സത്ത് കൊണ്ട് വേവിക്കണം.
എന്നിട്ട് വേണം നമ്മൾ വേറെ വെള്ളം ഒന്നും ചേർക്കരുത്. അതിൻ്റെ സത്ത് കൊണ്ട് വേവിച്ചെടുത്തിട്ട് വെള്ളം ഇതാക്കുള്ളൂ. പിന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ച വെള്ളം ഒക്കെ ഉള്ളൂ, വേറെ ഒരു വെള്ളവും ചേർക്കുന്നില്ല കേട്ടോ. പച്ചവെള്ളം ഒന്നും ചേർക്കുന്നില്ല. നല്ല അടിപൊളി കുറുകിയ കറി. അപ്പം അടിപൊളിയായിട്ട് ബീഫ് ഉരുളക്കിഴങ്ങിട്ട് വറുത്തരച്ച് വെച്ചതുണ്ട്. അപ്പം എൻ്റെ കൂട്ടുകാർ വരുവാണെങ്കിൽ ഉച്ചയ്ക്ക് നമുക്ക് ചോറ് കഴിക്കാം എല്ലാവർക്കും കൂടെ കൂടിയിട്ട്. അപ്പോൾ ഇതേപോലെ വെച്ച് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായങ്ങളും കമൻറ്റുകളും വിടുക. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ബായ്.